ഇടുക്കിയിലെ ടൂറിസം രംഗത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഓൺലൈൻ ടാക്സി തർക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. വിനോദസഞ്ചാരിയായ മുംബൈ സ്വദേശി നേരിട്ട ദുരനുഭവത്തെ തുടർന്ന് ജില്ലാ ഭരണകൂടം അടിയന്തര നടപടികളിലേക്കും കടന്നു. വിനോദസഞ്ചാരികളെ ആക്രമിച്ച ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കാനും നടപടികൾ ആരംഭിച്ചു. മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് സർവീസ് നടത്താമെന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഗുഡ് ഈവനിംഗ് രാഹുൽ സുരേഷ്. വലിയൊരു പ്രശ്നമായി അത് മാറുകയായിരുന്നു. ടൂറിസം മേഖലയിൽ ടാക്സി ഡ്രൈവേഴ്സിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികൾ എന്താണ്? സുജയ, മുംബൈ സ്വദേശിയായിട്ടുള്ള ജാൻവി മൂന്നാറിലെത്തിയപ്പോഴായിരുന്നു ഒരു ദുരനുഭവം നേരിട്ടത്. അത് രാജ്യം ഒട്ടാകെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അല്പം വൈകിട്ടാണെങ്കിലും ആ കേസിലെ പ്രതികളായിരിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ്. 3 ഡ്രൈവർമാർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. മൂന്നാർ സ്വദേശികളായിട്ടുള്ള ടാക്സി ഡ്രൈവർമാർ കൂടിയായിട്ടുള്ള വിനായകൻ, വിജയകുമാർ, അനീഷ് എന്നിവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഇന്ന് രാവിലെ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് ഇത് സംബന്ധിച്ച നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. അതിവേഗമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. 3 ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൂടാതെ ഈ വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കാനും തുടർ നടപടി ഉണ്ടാകും. അതുകൂടാതെ മറ്റ് 2 കേസുകളിലെ 15ഓളം ആളുകളുടെ ലൈസൻസും അതോടൊപ്പം വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കാനും തീരുമാനമായിട്ടുണ്ട്. അതും ഉടൻ തന്നെ ഉത്തരവായി പുറത്തിറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു സംഭവം സുജയ് സൂചിപ്പിച്ച പോലെ തന്നെ കളക്ടർ ഒരു പ്രതികരണമാണ്. കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ നമ്മളോട് തന്നെ വ്യക്തമാക്കിയിരുന്നു, ഓൺലൈൻ ടാക്സി സർവീസുകൾക്ക് മൂന്നാറിൽ സർവീസ് നടത്താൻ അനുവാദമില്ല, അങ്ങനെ സർവീസ് നടത്തുകയാണെങ്കിൽ തങ്ങൾ അവരെ തടയും എന്നായിരുന്നു അവരുടെ പ്രതികരണം. എന്നാൽ ജില്ലാ കളക്ടർ പറയുന്നതനുസരിച്ച് ഓൺലൈൻ ടാക്സികൾക്ക് മൂന്നാർ സർവീസ് നടത്തുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ല. മറ്റ് ടാക്സികളെ പോലെ തന്നെ അവർക്കും സ്വതന്ത്രമായി തന്നെ സർവീസ് നടത്താം. നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായി അടിയന്തര യോഗം മൂന്നാറിൽ ചേരുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു പുതിയൊരു ടൂറിസം സീസൺ കൂടി മൂന്നാറിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് ഒരു രീതിയിലുള്ള ആശങ്കയും ഉണ്ടാകാത്ത രീതിയിലുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.